നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഫോൺ പോലും എടുക്കാതെയും ആരോടും പറയാതെയും അവള് പിന്നെ എവിടെ പോയി? അവള് അമ്പലത്തിൽ വല്ലതും പോയായിരിക്കും. എങ്കിൽ പിന്നെ അത് സച്ചിയോട് പറയാതെ അവള് പോകുമോ? ഇവിടെ ടിക്കറ്റ്. ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകാൻ എവിടെ ഇറങ്ങേണ്ടേ? ദേവിയോടെന്ന സ്ഥലത്തിറങ്ങി ഓട്ടോയിൽ നടന്നു പോയാൽ മതി. എന്നാ ഒരു ദേവിയോ? ഇവിടുന്ന് ദേവിയോട് എത്താൻ കുറെ സമയം എടുക്കുമോ? എങ്ങനെ പോയാലും 2 മണിക്കൂർ എടുക്കും. മോളുടെ വീട് ശിവപുരത്താണോ? അല്ല, അവിടെ അമ്പലത്തിൽ പോകുന്നത്. ശിവപുര അമ്പലത്തിലെ ഇന്ന് ഉത്സവം അവസാനിക്കുന്ന ദിവസമാ. കുംഭമാസത്തിലെ 2ാമത്തെ ആഴ്ച. കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലും വരെ അവിടെ ഉത്സവ. മഹാശിവരാത്രി. ഞാനും പോവുമായിരുന്നു. ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത ഐശ്വര്യം വരുമെന്നും ദുരിതനാശം ഉണ്ടാവുമെന്നാ വിശ്വാസം. ഇപ്പൊ അമ്മ പോവാറില്ലേ? പഴയ പോലെ ഉറക്കം ഒഴിയാനൊന്നും വയ്യ മോളെ. ഞാൻ പോകുന്നില്ലെന്നേ ഉള്ളൂ. മക്കളെല്ലാം പോവും. മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും ശിവപുരത്തപ്പന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഹലോ സച്ചിമോനെ. അച്ഛാ, അർച്ചന ഇവിടെ വന്നായിരുന്നോ? ഇല്ല. എന്താ ഇങ്ങോട്ട് വരുമെന്ന് അവൾ പറഞ്ഞായിരുന്നോ? അത് അച്ഛാ, അർച്ചന ഇവിടെ രാവിലെ മുതൽ കാണാനില്ല. കാണാനില്ലേ? ഫോൺ വിളിച്ചു നോക്കിയില്ലേ? അവളുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അവളെ കാണാനില്ല. ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് അച്ഛനെ വിളിക്കാം. അനൂപേ, എന്താ പക്ഷേ? എന്താ അച്ഛാ? അനൂപേ, അച്ചുമോളെ രാവിലെ മുതൽ കാണാനില്ലെന്ന്. ഫോൺ പോലും എടുക്കാതെയും ആരോടും പറയാതെയും അവള് പിന്നെ എവിടെ പോയി? അവള് അമ്പലത്തിൽ വല്ലതും പോയായിരിക്കും. എങ്കിൽ പിന്നെ അത് സച്ചിയോട് പറയാതെ അവള് പോകുമോ? ഈശ്വര, എന്റെ കൊച്ചിന് എന്ത് പറ്റിയെന്തോ. അമ്മ ഇനി അതും പറഞ്ഞ് വിഷമിക്കണ്ട. ഞാൻ മീരോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. വൃന്ദാവനത്തിലും ചെല്ലാത്ത സ്ഥിതിക്ക് ഇത് നിസ്സാരമായി കാണാൻ പറ്റുന്നതല്ല സച്ചി. അതെ അച്ഛാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതലേ അവൾ ആകെ ഡിപ്രഷനിലായിരുന്നു. അന്നത്തെ സംഭവം അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്.
എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന തരത്തിലാ ഏട്ടത്തി അന്ന് തൊട്ട് സംസാരിക്കുന്നത്. എല്ലാം കൂടി ആലോചിച്ച് ഏട്ടത്തി എങ്ങോട്ടോ ഇറങ്ങി പോയത് തന്നെയാ. നീ ഇങ്ങനെ ഓരോ ഊഹിച്ച് പറയണ്ട. അർച്ചന എവിടേക്കെങ്കിലും പോയതാണെങ്കിൽ അവൾ അതുപോലെ തന്നെ തിരിച്ചു വന്നോളൂ. അത് ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ്? സച്ചി ഏട്ടനോട് പറയാതെ അർച്ചന ഏട്ടത്തി എങ്ങും പോവില്ല. സച്ചി, അർച്ചന എങ്ങോട്ട് പോയതാണെങ്കിലും തിരിച്ചു വന്നോളൂന്ന് ഓർത്ത് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അർച്ചനയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുന്നതിന് മുമ്പ് അവളെ കണ്ടെത്തണം. നന്ദനോടും സന്ദീപിനോടും വിവരം പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് അന്വേഷിക്കും. ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി. ശരി അച്ഛാ. ആളിറങ്ങണം. About right. മോളെ, മോളെന്തിനാ ഒറ്റയ്ക്ക് വന്നത്? വീട്ടിൽ വേറെ ആരുമില്ലേ? എല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്ക് വരാന്ന് കരുതി. മോളുടെ വിവാഹം കഴിഞ്ഞതാണല്ലേ? ഭർത്താവ് എന്താ കൂടെ വരാത്തെ? ആള് നാട്ടിലില്ലേ? ഇവിടെ തന്നെ ഉണ്ട്. ആ, മക്കൾ എത്ര പേരാ? എന്താ മോളെ വിഷമം പോലെ? പെട്ടെന്ന് മുഖം വാടിയല്ലോ. എനിക്ക് കുഞ്ഞുങ്ങളില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ഞാൻ ശിവപുരത്തേക്ക് പോകുന്നു. ഒരാൾ പറഞ്ഞറിഞ്ഞതാ, അവിടെ അമ്പലത്തിൽ എന്തോ നേർച്ച നേർന്ന് ചെയ്തു കഴിഞ്ഞാൽ സന്താനഭാഗ്യം ഉണ്ടാവുന്നു. അതുള്ളതാ മോളെ. എന്റെ അനിയത്തിയുടെ മോൾക്ക് ഇതുപോലെ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ശിവപുരത്തപ്പന്റെ മുന്നിൽ തൊട്ടില് കെട്ടിയ ആ വർഷം അവള് ഗർഭിണിയായി. തൊട്ടില് കെട്ടിയപ്പോഴോ? മോൾക്കതൊന്നും അറിയില്ല അല്ലേ? അമ്മ പറഞ്ഞുതരാം. ഈ ശിവപുരം ക്ഷേത്രം എന്ന് പറഞ്ഞ വളരെ ഐതിഹ്യം നിറഞ്ഞ ക്ഷേത്ര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.